ഈ പിണറായി സത്തിനെതിരെ പൊരുതും എന്ന് പറഞ്ഞ PV അൻവറിനെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ആയില്ല UDF എന്നുള്ളത് അതൊരു തന്ത്രപരമായ പാളിച്ചയല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. പ്രത്യേകിച്ചും ഇന്ന് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്ന് എന്നെ വട്ടപൂജ്യമാക്കി എന്ന് പറഞ്ഞാണ് കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. വൈകിട്ടായപ്പോൾ പറയുന്നു ആളുകൾ ഇതാ എന്നെ സഹായിക്കാൻ വരുന്നു എന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു സഹതാപ തരംഗം കൂടി അദ്ദേഹത്തിന് മണ്ഡലത്തിൽ അഴിച്ചുവിടാനായിട്ടുണ്ടോ എന്നതുകൂടി സംശയിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇനിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ അവസാനം എത്തിയിട്ടില്ല. ചിലപ്പോൾ ഇനി ഞാനത് പറയാൻ ഉചിതമായിട്ടൊരാളുമല്ല. ചിലപ്പോൾ മറ്റു തീരുമാനങ്ങളിലേക്ക് പാർട്ടി പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ശ്രീ PV അൻവർ എന്ന വ്യക്തിയുടെ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും കാരണക്കാരൻ ശ്രീ PV അൻവർ തന്നെയാണ്. അദ്ദേഹം എന്ത് ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സ് പറഞ്ഞാണോ രാഷ്ട്രീയത്തിൽ വന്ന് ഒരു വിമതസ്വരമായി നിന്നത് അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തെ പിന്നോട്ടടിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ വന്ന് മത്സരിക്കുകയാണെങ്കിലും വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് PV അൻവറിൻ്റെ തീരുമാനം ഈ ഓണസ് ഇസ് ഓൺ PV അൻവർ. തീരുമാനം എടുക്കേണ്ടത് PV അൻവറാണ്. അൻവർ ഒരു ഫാക്ടർ ആകില്ല എന്നാണോ പറയുന്നത്? അൻവർ ഒരു ഫാക്ടർ ആകില്ല എന്നാണോ ശബരിനാഥൻ പറയുന്നത്? ഞാൻ പറയുന്നത് ഈ മഹേഷിൻ്റെ പ്രതികാരം സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗുണ്ട്, മെമ്പർ താഹിർ പറയത്തത് നീ ഒരിടത്ത് നിൽക്കണം എന്നുള്ളത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അതേ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുത്താൽ ഒരുപക്ഷെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. UDF വളരെ സുതാര്യമായി, ഞാൻ പറഞ്ഞല്ലോ, അത് എത്ര ആളുകളുള്ള പാർട്ടിയാണോ അതെന്താണെന്നല്ല, വളരെ സുതാര്യമായി പരസ്പര ബഹുമാനത്തോടെ സെൽഫ് റെസ്പെക്റ്റോടെ തന്നെയാണ് അദ്ദേഹമായിട്ട് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഒരു തരത്തിലും ഡിസ്റെസ്പെക്റ്റ് UDF ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പ്രശ്നങ്ങളുടെ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതും അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം മറ്റൊരു കാര്യം ശബരിനാഥൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം M സ്വരാജോ MV ഗോവിന്ദനോ ഒന്നും തന്നെ പഴയ കടന്നൽ രാജയെ വല്ലാതെ കുത്തി പരിക്കേൽപ്പിക്കാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. അവർ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രകോപനപരമായ അൻവറിന് പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമെന്ന് തോന്നുന്നു ശബരിനാഥൻ. അല്ല, അത് സത്യം പറഞ്ഞാൽ CPMൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനെതിരെയാണ്. ഗോവിന്ദ മാഷിനെതിരെ സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് പറയുമെന്നുള്ളത് കണ്ടറിയാം. പക്ഷേ ഇടതുപക്ഷക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ പ്രവർത്തനം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ശക്തമായി അൻവറിനെ അപലപിക്കണമെന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥ പ്രശ്നം ഉണ്ടാക്കിയത് അൻവർ പറഞ്ഞത് എന്താണ്, അത് ശരിയാണെന്ന് നമ്മൾ വീണ്ടും ബോധിച്ചു. അദ്ദേഹം പറഞ്ഞത് RSSൻ്റെ ഏജൻ്റാണ് മുഖ്യമന്ത്രി. MR അടക്കമുള്ള ആളുകൾക്ക് പാലം വലിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിന്നു എന്ന് പറഞ്ഞത് ശ്രീ അൻവറാണ്. ഇവിടെ മുസ്ലിം യുവാക്കൾക്കെതിരെ മനഃപൂർവ്വം കേസ് ചുമത്തി ആളുകൾക്ക് നാട് വിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഈ സർക്കാരും മുഖ്യമന്ത്രിയും അതിന് പിണറായി എന്ന് പേരിട്ടതും അൻവറാണ്. അങ്ങനെയുള്ള അൻവറിനെ മറുപടി കോൺഗ്രസ് ഇടതുപക്ഷ അണികൾ കൊടുത്തോളും.